അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സൽക്കർമ്മം അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്യാനും എല്ലാവർക്കും ഉപകാരമുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങൾ, ചില ആളുകളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അതിൻ്റെ ഞങ്ങളുടെ ആവശ്യങ്ങൾ തടസ്സമായിട്ട് ഇന്നാലിന്നൊരു വ്യക്തിയുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഹലാലായ നല്ല കാര്യങ്ങളായിരിക്കും, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും തടസ്സം നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല എന്ന് പല ആളുകളും പരാതി പറയാറുണ്ട്. ഒരുപാട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പടച്ച റബ്ബിൻ്റെ ദീനിൽ നമുക്ക് പരിഹാരം കാണാൻ കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. എന്താണ് നമ്മൾ അതിന് ചെയ്യേണ്ടത്? നമ്മുടെ കാര്യം നമുക്ക് നേടിയെടുക്കാൻ അതിൻ്റെ മുമ്പിൽ ഹലാലായ നല്ല കാര്യമാണ്, പക്ഷേ അതിൻ്റെ മുമ്പിൽ തടസ്സമായിട്ട് ചില ആളുകളുണ്ട്, ഒരു വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്. അത് മാറിക്കിട്ടാൻ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിൻ്റെ ഉത്തരമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പടച്ച റബ്ബ് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അമൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹലാലായ കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ഫലിക്കുകയുള്ളൂ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് മറ്റുള്ളവൻ്റെ സ്വത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശം നേടിയെടുക്കാനാണ് എന്നെങ്കിൽ ഒരിക്കലും തന്നെ ഇതുകൊണ്ട് ഫലം ലഭിക്കുകയില്ല. നമുക്ക് കിട്ടേണ്ടതായ നമ്മുടെ അവകാശങ്ങൾ മാത്രം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും പരിശുദ്ധമായ സൂറത്ത് യൂസുഫിലെ 64-ാമത്തെ ആയത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ചെറിയ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ. ഈ പരിശുദ്ധമായ ഒരു വാക്യം, ഈ പരിശുദ്ധമായ ആയത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ പാരായണം ചെയ്യുക. 33 തവണയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അതിൻ്റെ ശേഷം യാ വാസിഉ യാ അല്ലാഹ് എന്ന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഇസ്മ് 101 തവണ നമ്മൾ ചൊല്ലുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റ് അമ്പിയാക്കളുടെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്ന ഒരു വലിയൻ്റെ പേരിലൊക്കെ ആരെങ്കിലുടെയും ഒരു പേര്, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളുടെ പേരിൽ നമ്മൾ ഒരു യാസീൻ ഓതുക. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ കാര്യം നമുക്ക് നടന്നു കിട്ടുന്നതാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത് പറഞ്ഞത് ആയത്തിൻ്റെ ഒരു ഭാഗം ഓതാൻ വേണ്ടിയിട്ടാണ്. അത് ഓതുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്താണോ നമ്മുടെ ആഗ്രഹം അത് മനസ്സിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഓരോ അമലുകൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ മുന്നിലേക്ക് വെക്കണം. എന്നിട്ട് നമ്മൾ മഹാന്മാരെ തവസ്സുൽ ചെയ്തിട്ട് നമ്മൾ ദുആ ചെയ്യുകയാണ്. അങ്ങനെ അവർ മുഖേന നമ്മുടെ കാര്യങ്ങൾ വളരെയധികം പെട്ടെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നടത്തി തരും. ആത്മാർത്ഥമായി ഇരുന്നു കൊണ്ട്, തഖ്വയോട് കൂടി ഇരുന്നു കൊണ്ട് അവസാനം നമ്മൾ ദുആ ചെയ്യുക. ആ ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലതിന് വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആർക്കും ഒരു ഷർറുമില്ലാത്ത നല്ലൊരു ജീവിതം പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ. എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബ് എല്ലാവരുടെയും ഹലാല മുറാദ് അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.